ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു വമ്പൻ പദ്ധതി ഇന്ത്യ നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി നടപ്പാക്കാൻ പോവുകയാണ്. ഒമാൻ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വിശ്വസ്തമായ സൗഹൃദ രാജ്യം, ഗൾഫ് രാജ്യം, ഒമാനിൽ നിന്ന് ഗുജറാത്തിലേക്ക് എണ്ണ കൊണ്ടുവരുന്നു. എങ്ങനെ കൊണ്ടുവരും? കപ്പലിൽ കൊണ്ടുവരും. അങ്ങനെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാറുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ആലോചനയിൽ ഉണ്ടായിരുന്നതും എന്നാൽ വിവിധ കാരണങ്ങളാൽ നടപ്പാക്കാൻ ഒരു സർക്കാരും തയ്യാറാവാത്തതുമായ ഒരു പദ്ധതി നടപ്പാക്കാൻ പോവുകയാണ് മോദി സർക്കാർ. ഒമാനിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരത്തേക്ക്, അതായത് ഗുജറാത്ത് തീരത്തേക്ക് കടലിനടിയിലൂടെ പൈപ്പ് ലൈനിട്ട് നമ്മൾ എണ്ണ കൊണ്ടുവരാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഹോർമുസ് പ്രതിസന്ധിയൊക്കെ വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് പ്രതിസന്ധിയുണ്ട്. ക്രൂഡ് വരുന്നില്ല, ഗ്യാസ് വരുന്നില്ല. പ്രധാനമായും അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗ്യാസിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മോദി സർക്കാരിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് മോദി സർക്കാർ എന്ത് ചെയ്യാനാണ്? ഈ യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കയും ഇറാനും ഇസ്രയേലും ചേർന്നാണ് യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയെക്കാളും വിലയാണ് പെട്രോളിന്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലും അതിന് ആനുപാതികമായ വില വർധനം ഉണ്ടാവും. ഇതാണ് വസ്തുത. ഇന്ത്യ സർക്കാർ വിചാരിച്ചാൽ ഈ പ്രതിസന്ധി പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. എണ്ണയ്ക്ക് എണ്ണ കിട്ടണം, LNGക്ക് LNG കിട്ടണം, അല്ലെങ്കിൽ LPGക്ക് LPG കിട്ടണം. ഇത് കിട്ടാനുള്ള പ്രതിസന്ധി കടലിലൂടെ ഇത് കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് മറികടക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ വിവിധ പദ്ധതികൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒമാനുമായി നേരത്തെ വിഭാവനം ചെയ്തിരുന്നതും പല കാരണങ്ങളാൽ മാറ്റിവെച്ചതുമായ ഈ പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യ സർക്കാർ ആലോചിച്ചു വരുന്നതും ഏതാണ്ട് തീരുമാനത്തിലെത്തിയതോ എന്നാണ് പുതിയ വാർത്തകൾ. അതായത് ഒമാനിൽ നിന്ന് കടലിനടിയിലുള്ള പൈപ്പ് ലൈൻ വലിക്കണം. നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. 2000 കിലോമീറ്റർ വലിക്കണം. കടലിൻ്റെ അടിത്തട്ടിലൂടെ, അതായത് മണൽത്തട്ടിലൂടെ വേണം ഈ പൈപ്പ് ലൈൻ പോകാൻ. 3000 മീറ്റർ ആഴത്തിൽ വരെ, 3 കിലോമീറ്റർ ആഴത്തിൽ വരെ ഈ പൈപ്പ് ലൈൻ വലിക്കണം. ഇങ്ങനെ പൈപ്പ് ലൈൻ വലിക്കുന്നതിന് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതായത് കടലിനടിയിലേക്ക് ചെല്ലുന്തോറും മർദ്ദം കൂടി വരും, ഈ പൈപ്പുകൾ പൊട്ടിപ്പോകാം. അങ്ങനെ പൈപ്പ് പൊട്ടിപ്പോയാൽ, 3 കിലോമീറ്റർ താഴെയുള്ള ഈ പൈപ്പ് പൊട്ടിപ്പോയാൽ അത് അതിൻ്റെ ലീക്ക് പരിഹരിക്കുന്നതിന് വലിയ ചിലവുണ്ടാവും, വലിയ അധ്വാനം വേണ്ട പണിയാണ്. അതോടൊപ്പം തന്നെ ഇത്രയും നീളത്തിൽ 2000 കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പ് ലൈൻ വലിക്കുന്നതിന് ഭീമമായ തുക വരും. അതിൻ്റെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. 40,000 കോടി രൂപ ചിലവ് വരും ഈ പൈപ്പ് ലൈൻ വലിക്കാനെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. സെയ്ജ് എന്ന് പറയുന്ന സൗത്ത് ഏഷ്യ ഗ്യാസ് എൻ്റർപ്രൈസസ് എന്ന ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്ത പദ്ധതിയാണ് ഈ 2000 കിലോമീറ്റർ പൈപ്പ് ലൈൻ വലിച്ച് ഗുജറാത്തിലേക്ക് ഒമാനിൽ നിന്ന് എണ്ണയും അല്ലെങ്കിൽ ഗ്യാസും കൊണ്ടുവരാനുള്ള ഈ പദ്ധതി. ഗ്യാസാണ് പ്രധാനമായും കൊണ്ടുവരാനുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കടലിനടിയിലൂടെ വളരെ ആഴത്തിൽ 3 കിലോമീറ്റർ വരെ ആഴത്തിൽ പൈപ്പ് ലൈൻ വലിക്കുന്നതിൻ്റെ സാങ്കേതികവിദ്യ, അതിൻ്റെ പരിപാലനം, ഇതൊക്കെ ഹ്യൂജ് എക്സ്പെൻസ് വരുന്നതാണ്, വലിയ ബാധ്യത വരുന്നതാണ്, വലിയ ശ്രമകരമായ ജോലിയാണ്. അതിൻ്റെ പേരിൽ ഇത് മാറ്റിവെച്ചിരുന്നു. പിന്നെ 40,000 കോടി എന്ന് പറയുന്നത് ഒരു വലിയ തുകയാണ്. അത്രയും വലിയ തുക ചിലവഴിച്ച് ഈ പദ്ധതി നടപ്പാക്കേണ്ടതുണ്ടോ എന്ന് മുൻ സർക്കാരുകളുടെ കാലത്ത് ആലോചന വന്നു. കാരണം കപ്പൽ കയറ്റി കൊണ്ടുവരാമല്ലോ. പക്ഷേ ലോകം മാറുകയാണ്. ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന മാറ്റം, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷത്തിൻ്റെ ഭാഗമായി ഹോർമുസ് അടച്ചതുപോലെയുള്ള സംഘർഷങ്ങൾ നാളെ ഉണ്ടായിക്കൂടുന്നില്ല. ഇപ്പോൾ തന്നെ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധത്തിന് ശേഷം നിർബാധം ഏതെങ്കിലുമൊക്കെ കപ്പലുകൾ അവിടുന്ന് കടന്നു പോന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കപ്പലുകൾ മാത്രമാണ്. ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം നോക്കുമ്പോൾ 40,000 കോടി ഒരു വലിയ തുകയല്ല എന്നുള്ള റിയാലിറ്റിയിലേക്ക് ഇന്ത്യ വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു പൈപ്പ് ലൈൻ വലിച്ചാൽ നാളെ ആ രാജ്യവുമായുള്ള ബന്ധം വഷളായി കഴിഞ്ഞാൽ ഈ തുക എത്രയും കടലിൽ കലക്കിയതുപോലെ ആവില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരാം. ഇത്രയും വലിയ മനുഷ്യാധ്വാനം, സാങ്കേതികവിദ്യ, പണമൊക്കെ ചെലവഴിച്ച് ഒമാനുമായിട്ട് പൈപ്പ് ലൈൻ വലിക്കുന്നു. ഗൾഫ് രാജ്യമാണ്. നാളെ ആ രാജ്യവുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വഷളായാലോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും നമ്മുടെ പ്രേക്ഷകർക്ക് ഉൾപ്പെടെ ഉണ്ടാവാം. അവിടെയാണ് ഒമാൻ എന്നുള്ള രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള പരമ്പരാഗതമായ ബന്ധം ഓർമ്മിക്കേണ്ടത്. കാരണം ഇന്ത്യയുമായി ഏറ്റവും ആത്മബന്ധമുള്ള ഒരു രാജ്യം, ഗൾഫ് രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ UAE ഒക്കെ നമുക്കറിയാം. നഖ്യാനും നരേന്ദ്രമോദിയായിട്ടുള്ള ബന്ധം, MBSുമായിട്ടുള്ള ബന്ധം. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ ഇന്ത്യയുമായി വലിയ ആത്മബന്ധമുള്ള ഒരു രാജ്യമാണ് ഒമാൻ. പ്രതിരോധം, സുരക്ഷ, സമുദ്ര സുരക്ഷ, ഇവയുടെയൊക്കെ കാര്യത്തിൽ ഇന്ത്യയും ഒമാനുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട്. മോദി അടുത്ത കാലത്ത് ഒമാൻ സന്ദർശിച്ചിരുന്നു. ഒമാനിലെ ആധുനിക ഒമാൻ്റെ
സൃഷ്ടാവെന്ന് അറിയപ്പെടുന്ന സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് ഇന്ത്യയിൽ വന്നാണ് പഠിച്ചത്. പിന്നീട് രാഷ്ട്രപതിയായ ശങ്കർ ദയാൽ ശർമ്മയുടെ ശിഷ്യനായി ഇന്ത്യയിൽ വന്ന് വിദ്യാഭ്യാസം നേടിപ്പോയ ആളാണ് സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ്. അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഇപ്പോഴത്തെ സുൽത്താൻ. അദ്ദേഹവും ഇന്ത്യയുമായിട്ടുള്ള തൻ്റെ കുടുംബത്തിൻ്റെ പരമ്പരാഗത ബന്ധം ഓർമ്മിക്കാറുണ്ട്. ഈ ഖാബൂസ് സുൽത്താൻ്റെ മുത്തശ്ശനായ സുൽത്താൻ തൈമൂർ ബിൻ ഫൈസൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലം ഇന്ത്യയിൽ വന്നാണ് താമസിച്ചത്. ഇന്ത്യയിൽ മുംബൈയിൽ വെച്ചാണ് അദ്ദേഹം നിര്യാതനായത്. അപ്പോൾ ഒമാനിലെ സുൽത്താൻമാർക്ക് ഇന്ത്യയുമായി വലിയ ആത്മബന്ധമുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ അവസാനകാലം ജീവിച്ചത് ഇവിടെയാണ്. അങ്ങനെ ഇന്ത്യക്ക് വലിയ തോതിൽ വിശ്വസിക്കാവുന്ന, ആശ്രയിക്കാവുന്ന ഒരു ഗൾഫ് രാജ്യമാണ് ഒമാൻ. അതും മാത്രമല്ല, ഒമാനിലെ ദുഃഖം എന്ന് പറയുന്ന തുറമുഖം ഇന്ത്യൻ നാവികസേനയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുമാറ് ഒമാൻ വിട്ടു തന്നിട്ടുണ്ട്. ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്ക് എപ്പോൾ വേണേലും ഒമാൻ ദുഃഖം തുറമുഖം ഉപയോഗിക്കാം. വേണ്ടി വന്നാൽ അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തിനെതിരെയുള്ള സൈനിക നടപടികൾ സ്വീകരിക്കാൻ പോലും ഇന്ത്യക്ക് കഴിയുമാറ് ഈ ദുഃഖം തുറമുഖം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല, അവിടെ ഒരു കടലിലൂടെ പോകുന്ന സമുദ്രയാനങ്ങളെ വീക്ഷിക്കാൻ പറ്റുന്ന ഒരു റേഡിയോ സ്റ്റേഷൻ ഇന്ത്യയുടേതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയും ഒമാനും തമ്മിൽ വലിയ സൈനിക ഇടപാടുകൾ, സൈനിക ബന്ധങ്ങൾ നിലവിലുണ്ട്. ഇത്തരം ദൃഢമായ സാംസ്കാരികവും ചരിത്രപരവും സൈനികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ ഇന്ത്യക്ക് ഒമാനുമായിട്ടുള്ളപ്പോൾ ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ ഒരു പിശകുമില്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഇന്ത്യ സർക്കാർ എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ 2 മാസങ്ങൾക്ക് മുമ്പ് ഒമാനിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാവണം ഗുജറാത്തിൽ നിന്ന് ഒമാൻ വരെ നീളുന്ന ഈ സമുദ്രാന്തര പൈപ്പ് ലൈനിൻ്റെ ഫയൽ പൊടി തട്ടിയെടുത്ത് അത് സജീവമാക്കാനുള്ള തീരുമാനം ഇന്ത്യ സർക്കാർ എടുത്തിരിക്കുന്നത്. ഏതായാലും വളരെ അഭിമാനകരമാണ്. ലോകത്ത് വലിയ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ മാത്രം നടപ്പാക്കിയിട്ടുള്ള സമുദ്രത്തിനടിയിലൂടെ പൈപ്പ് വലിച്ച് എണ്ണയും വാതകങ്ങളും കൊണ്ടുപോകാനുള്ള പദ്ധതി നടപ്പാക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏതു വലിയ വമ്പൻ രാജ്യത്തോടും കിടപിടിക്കാൻ കഴിയുമാറ് നമ്മുടെ രാജ്യവും സാമ്പത്തികമായും സാങ്കേതികവിദ്യയുടെ കാര്യത്തിലും ഇച്ഛാശക്തിയുടെ കാര്യത്തിലും നമ്മുടെ രാജ്യവും മാറിയിരിക്കുന്നു എന്ന് പറയാതെ തരമില്ല. ഏതായാലും ഇതും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. അതിന് ഏറ്റവും സഹായകരമായ ഒരു പദ്ധതിയാണ് ഒമാനുമായിട്ടുള്ള ഈ പൈപ്പ് ലൈൻ പദ്ധതി, വാതക പൈപ്പ് ലൈൻ പദ്ധതി എന്നത് നമുക്ക് അടിവരയിട്ട് പറയാൻ പറ്റും. മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അസാധ്യമെന്ന് കരുതുന്ന എന്തും ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ 2000 കിലോമീറ്റർ അണ്ടർ വാട്ടർ പൈപ്പ് ലൈൻ പദ്ധതി എന്നും പറയാതെ തരമില്ല. ഏതായാലും നമുക്ക് വലിയ തോതിൽ സന്തോഷിക്കാവുന്ന ഒരു പദ്ധതിയാണ്. ഇന്നോ നാളെയോ നടപ്പായി എന്ന് വരില്ല, വർഷങ്ങളെടുക്കും. ഇത്രയും ദൈർഘ്യത്തിൽ സമുദ്രത്തിനടിയിൽ പൈപ്പ് ലൈനിട്ട് പ്രകൃതിവാതകം നമ്മുടെ നാട്ടിലേക്ക്, ഗുജറാത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ശ്രമകരമായ പദ്ധതിയാണ്. പക്ഷേ അത് നടപ്പാക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഭരണകൂടം നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് ഏറ്റവും അഭിമാനകരമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഓരോ ദിവസവും ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്താണ് കാണിച്ചു കൊടുക്കുന്നത്. മുമ്പൊക്കെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പാമ്പാട്ടികളുടെ രാജ്യമാണ്, ഒന്നിനും കൊള്ളാത്ത വിവരമില്ലാത്തവരുടെ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മുന്നിൽ ലോകത്തെ വൻകിട രാജ്യങ്ങൾക്ക് മാത്രം കാണാൻ കഴിയുന്ന, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സാധ്യതമാക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം നേടിയിരിക്കുന്ന വലിയ നേട്ടങ്ങൾ, വലിയ ചിന്തകൾ, വലിയ മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരന് അഭിമാനിക്കാതെ തരമില്ല. ഏതായാലും പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷകരമായ അഭിമാനം നൽകുന്നൊരു വാർത്തയാണ്. നമ്മളിപ്പോൾ ബോംബെ ചെല്ലുമ്പോൾ അറിയാമല്ലോ, ബോംബെയിൽ സമുദ്രത്തിനടിയിലൂടെ റോഡുണ്ടാക്കിയിരിക്കുക. നമ്മൾ നേരത്തെ സിംഗപ്പൂരിലുണ്ട്, അല്ലെ അമേരിക്കയിലുണ്ട്, വേറെ രാജ്യങ്ങളിലുണ്ടെന്നൊക്കെ പറയുന്നത്. സമുദ്രത്തിനടിയിലൂടെ കിലോമീറ്ററുകൾ നമ്മൾ റോഡുണ്ടാക്കിയിരിക്കുക. നരേന്ദ്രമോദിയുടെ കാലത്ത് വന്നതാണ്. നമ്മുടെ രാജ്യത്ത് നമ്മൾ വിദേശത്ത് പോയി കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കാണാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. ലോകത്തിലെ ഏതൊരു രാജ്യത്ത് ലഭ്യമായ സാങ്കേതികവിദ്യയും സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ, വികസനത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിന് മാതൃകയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാൻ കഴിയണ്ടേ? ഇത്തരം അഭിമാനകരമായ വാർത്തകൾ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയാതിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഇതൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് കിട്ടും, ബി ജെ പിക്ക് കിട്ടും. അതുകൊണ്ട് ബി ജെ പിക്ക് ക്രെഡിറ്റ് കിട്ടുന്ന
രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന ഒരു പദ്ധതിയെക്കുറിച്ചും മിണ്ടില്ല എന്ന് വാശി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങൾ ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇന്ന് തന്നെ അത് ചെയ്യണം.